പ്രിയമുള്ളവരെ, ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നന്ദിയുള്ളവരായിരിക്കുക എന്നുള്ളതാണ്. അത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവം നമ്മളെ എവിടെ നിന്നാണ് എടുത്തുകൊണ്ട് വന്നത് എന്നുള്ള ഒരു പിന്തിരിഞ്ഞ് നോക്കൽ നിങ്ങളെ പ്രേരിപ്പിക്കട്ടെ. എന്നെ സംബന്ധിച്ച് ഞാനും ആ ഒരു പിന്തിരിഞ്ഞ് നോക്കുവാണ്. 7 വർഷം മുൻപുള്ള എൻ്റെ ജീവിതം, എന്ത് ചെയ്യണമെന്ന് അറിയാത്ത മാനസിക സംഘർഷങ്ങളുടെയൊക്കെ ഒരു കാലഘട്ടം. അവിടെ നിന്ന് ദൈവം ഒരു ധ്യാനത്തിന് പോകാൻ അവസരം ഉണ്ടാകുന്നു. ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട്, എനിക്കും വിലയുണ്ട്. അതൊക്കെയായിരുന്നു എൻ്റെ കോംപ്ലക്സുകൾ. എന്നെ ഒന്നിനെ കൊള്ളില്ല, എനിക്ക് കഴിവുകളില്ല, എനിക്ക് വിദ്യാഭ്യാസമില്ല. അങ്ങനെ ഒരുപാട് മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്ന അനുഭവങ്ങളിൽ നിന്നുകൊണ്ട് കർത്താവ് നമ്മളെ കാണുന്നു, നമ്മളെ ഏറ്റെടുക്കുന്നു, നമ്മളെ വിളിക്കുന്നു. നമുക്ക് ദൈവം എന്ന കാര്യത്തെക്കുറിച്ച്, ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ള ഒരു ബോധ്യങ്ങളൊക്കെ നമുക്ക് തരുന്നു. അത് നമ്മുടെ മാനസികാരോഗ്യത്തെ ഒരുപാട് സഹായിക്കുന്നു. നമുക്ക് ജീവിതത്തെ നേരിടാനുള്ള ഒരുപാട് അറിവുകളും കഴിവുകളും ഒക്കെ ദൈവം തരുവാണ്. അങ്ങനെ ദൈവം പിന്നെ ഒരു പരിശീലന ഘട്ടത്തിലൂടെ കടന്നു പോകുന്നു. പിന്നെ എന്തെങ്കിലുമൊക്കെ ദൈവത്തെ പ്രതി ചെയ്യാൻ ദൈവം സഹായിക്കുന്നു, അല്ലെങ്കിൽ ദൈവം നമ്മളെ ഉപയോഗിച്ച് എന്തെങ്കിലുമൊക്കെ ലോകത്തിൽ നന്മകൾ ചെയ്യുന്നു. അപ്പം നമ്മളെന്ന വ്യക്തിയുടെ ഏറ്റവും മോശപ്പെട്ട കാലഘട്ടത്തിൽ നമ്മളെ കണ്ടതും ആ സമയത്ത് നമ്മളെ സ്നേഹിച്ചതും ദൈവം മാത്രമായിരിക്കും. മനുഷ്യരെല്ലാവരും നമ്മളെ ഇട്ടിട്ട് പോയിട്ടുണ്ടായിരിക്കും. അപ്പം നമ്മളെപ്പോലും നമുക്ക് സ്നേഹിക്കാൻ പറ്റാതിരുന്ന കാലഘട്ടത്തിൽ കർത്താവ് മാത്രമാണ് നമ്മളെ സ്നേഹിച്ചിട്ടുണ്ടാവുക. അപ്പൊ ഇതൊരു ദൈവം എന്നെ സ്നേഹിച്ചല്ലോ എന്നുള്ളത്, അല്ലെങ്കിൽ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. ദൈവം എന്തുമാത്രം നമ്മളെ കണ്ടു, നമ്മളെ കണ്ടു എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ്. ഇത്ര കോടി ജനമുണ്ട്, അതിൽ നമ്മളെക്കാൾ മെച്ചപ്പെട്ട ഒരുപാട് മനുഷ്യരുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് മനുഷ്യരുണ്ട്. അപ്പൊ അതിൽ ഒരാൾ ആയ എന്നെ ദൈവം കണ്ടു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. അതങ്ങനെ പറഞ്ഞ അതിന്റെ ഡെപ്ത് നമുക്ക് മനസ്സിലാക്കിപ്പിക്കാൻ പറ്റില്ല. ഇപ്പം ലോകം എത്ര വലുതാ, അതിനകത്ത് ഇന്ത്യ എത്ര ചെറുതാ, അതിനകത്ത് കേരളം എത്ര ചെറുതാ, അതിനകത്ത് ഏതെങ്കിലും ഒരു ജില്ല, ആ ജില്ലക്കകത്ത് ഏതെങ്കിലും ഒരു നാട്, ആ നാട്ടിലിരിക്കുന്ന നിങ്ങളുടെ ഹൃദയവേദനകൾ സ്വർഗത്തിലിരിക്കുന്ന ഒരു ദൈവം കാണുന്നുണ്ട്. അപ്പൊ ദൈവം സ്വർഗത്തിലല്ല, ഭൂമിയിലുണ്ട്, നമുക്കിടയിലുണ്ട്, നമ്മുടെ ഉള്ളിലുണ്ട്. എങ്കിൽ ആ ദൈവം എന്നെ കണ്ടു, പരിഗണിച്ചു എന്നുള്ളത് ഒരു സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അതിന് നമ്മൾ ഒത്തിരി ദൈവത്തോട് നന്ദി പറയേണ്ടതുണ്ട്. അപ്പൊ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. അത് നമ്മുടെ മാനസികാരോഗ്യത്തിനാണെങ്കിലും ശരി, നമ്മുടെ ഒരു സ്പിരിച്വൽ ജേണിയിലാണെങ്കിലും ശരി, ഒത്തിരി ഒത്തിരി നമുക്കിപ്പോ തോന്നുവാ നമുക്ക് പോരാ എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഓടിയിട്ട് എത്തുന്നില്ലെന്ന് തോന്നുവാണെങ്കിൽ, ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് ഒരു അസംതൃപ്തി ഉണ്ടാകുന്നുണ്ടെങ്കിൽ നന്ദി പറഞ്ഞുള്ള പ്രാർത്ഥനകൾ നമ്മൾ ഒരുപാട് സഹായിക്കും. കാരണം ഉള്ളതിനെ നമ്മൾ പലപ്പോഴും കാണുന്നില്ല, ഇല്ലാത്തതിലേക്കാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അപ്പൊ ദൈവം നമ്മളെ കണ്ടു, മനസ്സിലാക്കി എന്നുള്ളത് ഒരു വലിയ അനുഗ്രഹമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ അതിന് നന്ദി പറയേണ്ടതുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ദൈവത്തിന് മാത്രം ചില കാര്യങ്ങൾ മനസ്സിലായാൽ മതി എന്നൊരു വിശ്വാസത്തിലേക്ക് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ എത്തിച്ചേരേണ്ടതുണ്ട്. അപ്പൊ നിങ്ങൾ ഈശോയെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങുവാണ്, നിങ്ങളൊരു ഒരു ഒരു പുതിയ തുടക്കത്തിനൊക്കെ ഉള്ള ആളുകൾ ഉണ്ടായിരിക്കും. അപ്പം അതിനകത്ത് ഇതൊരു കല്ലും മുള്ളും നിറഞ്ഞ യാത്രയാണ്. നമ്മൾ ചുമ്മാ അങ്ങ് ക്രിസ്മസ് വന്ന് ഈശോ എൻ്റെ ഹൃദയത്തിൽ വരണം, എൻ്റെ ഹൃദയത്തിൽ വരണം എന്ന് പറഞ്ഞ് ഹൃദയത്തിൽ വന്നാലുണ്ടാകുന്ന കുറെ നമ്മളിൽ ഒരു പരിവർത്തനം ഉണ്ടാകേണ്ടതുണ്ട്, നമ്മൾ സഹിക്കേണ്ടതുണ്ട്, നമുക്ക് മാറ്റങ്ങൾ വരേണ്ടതുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഹെൽത്തി ആയിട്ടുള്ള, എന്നാൽ വേദനകളും സങ്കടങ്ങളും സ്ട്രഗിളിങ്ങും നിറഞ്ഞ ഒരു സൈഡ് കൂടെ ഉണ്ട്. ഇതേപോലെ ഒരു ഹാപ്പി ആയിട്ടുള്ള സൈഡ് മാത്രമല്ലല്ലോ. അപ്പൊ ദൈവത്തെ സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നമ്മൾ ഒരുപാട് സംഘർഷങ്ങളിലൂടെ കടന്നു പോകും. ഈശോ എന്ന ആ ഒരു ചിന്ത തന്നെ നമ്മളെ ഒരു ഒറ്റപ്പെടുത്തിയ ഒരാളാക്കാം. നിങ്ങളൊരു ഭക്ത ജീവിതത്തിലേക്ക് കടന്നാൽ തന്നെ നിങ്ങൾ ഒറ്റപ്പെടാം. അതിൽ കള്ളഭക്തി ഉണ്ട്, ഒറിജിനലും ഉണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട് കേട്ടോ. അപ്പം നമ്മള് കുറവുകളുള്ളവരുണ്ട്, പക്ഷെ ഇത് ഒറിജിനൽ അല്ലാത്ത എന്തോ ഒരു ഭക്തി കൊണ്ട് നടക്കുന്ന മനുഷ്യരുണ്ട്, ഹൃദയത്തിൽ നിന്ന് ദൈവത്തെ സ്നേഹിക്കുന്നവരും ഉണ്ട്. അപ്പൊ ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു യാത്രയിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരു തോട്ടാണ് നിങ്ങളെ ദൈവം അറിഞ്ഞാൽ മതി എന്നുള്ളത്. ഇപ്പൊ നിങ്ങൾ ചെയ്യാത്ത ഒരു തെറ്റിന് നിങ്ങൾ ശിക്ഷിക്കപ്പെടുവാണെങ്കിൽ, ദൈവത്തെ അറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ മാനസികമായി തകർക്കുന്ന ഒരു അനുഭവമായിരിക്കും. പക്ഷെ ദൈവത്തെ അറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, എൻ്റെ കർത്താവിന് എന്നെ അറിയാം, അല്ലെങ്കിൽ എൻ്റെ ദൈവത്തിന് എന്നെ അറിയാം, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, എന്നെ തന്നെ എനിക്കറിയാം, ഞാൻ ചെയ്തിട്ടില്ല. അപ്പൊ അത് ദൈവം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ, ദൈവം നമ്മുടെ കൂടെ ഉണ്ട്, ദൈവം നമ്മളെ എപ്പോഴും ചേർത്ത് നിർത്തുന്നുണ്ട്. ഇങ്ങനെ പല ജീവിതഘട്ടങ്ങളിലും ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ചിന്ത നമ്മളെ വളരെയധികം ശക്തിപ്പെടുത്തും. അപ്പൊ എല്ലാ കാര്യം നമുക്ക് നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾക്ക് നമ്മളെ മനസ്സിലായില്ലെങ്കിലും, അവരെ കൺവിൻസ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മളിൽ ഇല്ലെങ്കിലും, നമുക്ക് മനുഷ്യർ വേണം, മനുഷ്യരുടെ കൂട്ടായ്മ വേണം, മനുഷ്യരുടെ ഇടപെടലുകൾ വേണം. പക്ഷെ ചിലപ്പോഴൊക്കെ ദൈവം നമ്മളെ സോൾട്ടിറ്റ്യൂഡ് എന്ന് പറയും, ഒറ്റപ്പെടാൻ അനുവദിക്കും. ഈ ഒറ്റപ്പെടലാണ് നിങ്ങൾക്ക് ദൈവത്തെ മുഖാഭിമുഖം കണ്ടുമുട്ടാനായിട്ട് സാധിക്കുന്നത്.
നിങ്ങൾ എല്ലാവരും ഉള്ളപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കുറച്ച് പ്രയാസമായിരിക്കും. അപ്പോൾ ജീവിതത്തിൽ സഹനവേളകളിലാണ് കർത്താവ് എന്ന ചിന്ത തന്നെ നമുക്കുണ്ടാവുന്നത്. നമ്മളൊരു സെലിബ്രേഷൻ മൂഡിൽ നിൽക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ദൈവത്തെ ഓർത്തുന്നിരിക്കില്ല. ഒരു പക്ഷെ കുറേ സ്പിരിച്വലി വളർന്നു കഴിയുമ്പോൾ നിങ്ങൾ എല്ലാ സമയത്തും ദൈവത്തെ ഓർത്തുന്നിരിക്കാം. പക്ഷെ പൊതുവേ മനുഷ്യന് അങ്ങനെ ദൈവത്തെ ഓർക്കാൻ എന്തെങ്കിലും ഒരു പ്രശ്നം വരേണ്ടതുണ്ടല്ലോ. അപ്പം അങ്ങനെ ഏതെങ്കിലും ഒരു സമയത്തൊക്കെ ദൈവത്തെ നിങ്ങൾ ഓർക്കുമ്പോൾ ദൈവത്തിന് നമ്മളെ മനസ്സിലാകുന്നുണ്ട്, ദൈവം നമ്മളെ കാണുന്നുണ്ട് എന്നുള്ളതൊക്കെ നമുക്കൊരു ആശ്വാസം തരുന്ന ഒരു കാര്യമായിട്ട് മാറണം. അപ്പൊ എല്ലാ കാര്യങ്ങളും നമുക്ക് മറ്റൊരാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിലും എൻ്റെ കർത്താവ് എന്നെ കാണുന്നുണ്ട്, ദൈവത്തിന് എന്നെ മനസ്സിലാകും, അല്ലെങ്കിൽ ദൈവത്തിന് എന്നെ മനസ്സിലായാൽ മതി. അപ്പൊ അങ്ങനെ നിങ്ങളും ദൈവവും തമ്മിലുള്ള ഒരു ബന്ധം വളരെ ശക്തമാകണം. നിങ്ങൾക്ക് ദൈവത്തിന്റെ ഭാഷയെ മനസ്സിലാകാൻ തുടങ്ങണം. അതായത് ഓരോ കാര്യത്തെയും നിങ്ങൾ നേരിടുമ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ സഹായത്തോടു കൂടെ നേരിടുന്നു, അല്ലെങ്കിൽ ഇതിൽ എങ്ങനെയാ ചെയ്യേണ്ടത്, എന്താ ചെയ്യേണ്ടത് എന്നുള്ളതിന് ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം നിങ്ങളുടെ വളരെ ശക്തമായിട്ട് മാറുന്ന എക്സ്പീരിയൻസുകൾ ഉണ്ടാവുക. ഇന്ന് എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാൻ സാധിക്കുന്നില്ല, എന്താണെന്ന് അറിയില്ല. എന്തായാലും ഇന്നത്തെ ദിവസം ഞാൻ എൻ്റെ ജീവിതത്തെ റിഫ്ലക്ട് ചെയ്ത് നോക്കുകയാണ്. 7 വർഷം മുൻപ് ഒരുപാട് മാനസിക സംഘർഷങ്ങളിലായിരുന്നു. എനിക്ക് വിദ്യാഭ്യാസം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു, ഏർലി മാരേജ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആയിട്ട് മാനസികമായ സംഘർഷം ഉണ്ടായിരുന്ന ഒരു സാധാരണ ഒരു പെൺകുട്ടിയെ ഇത്രയും വലിയ ദൈവം കണ്ടു, സഹായിക്കാൻ വേണ്ടി തയ്യാറായി എന്നുള്ളത് ഇന്ന് ഞാൻ ഓർത്ത് നന്ദി പറയുന്നു. നന്ദി എന്നും ആ നന്ദി ഉണ്ട്, നന്ദി പറയേണ്ടതാണ്. എന്നെ കാണാതിരിക്കാമായിരുന്നു, എന്നെ ദൈവത്തിന് എന്നെ ഒഴിവാക്കാമായിരുന്നു. ഇപ്പൊ എന്നെക്കാളും മെച്ചപ്പെട്ട ഒരാളെ ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു ജോലി ഏൽപ്പിക്കാമായിരുന്നു, അല്ലെങ്കിൽ എന്നെക്കാളും മെച്ചപ്പെട്ട ഒരാളെ തിരഞ്ഞെടുക്കാമായിരുന്നു. ഇനിയിപ്പൊ എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞാലോ, ഇപ്പൊ ഞാൻ മെന്റലി സ്ട്രഗിൾ ചെയ്യുന്നുണ്ടോ, ഓക്കെ അവളവിടെ സ്ട്രഗിൾ ചെയ്തിട്ട് അവളെ നോക്കാതിരിക്കാമായിരുന്നു. ദൈവത്തിന് അങ്ങനെ, ദൈവം അധികാരമുള്ളവനല്ല, ദൈവത്തിന് എല്ലാ ക്രിയേഷനോടും സ്നേഹമുണ്ട്. ദൈവം അങ്ങനെ ഒരു അപ്പനല്ല. പക്ഷെ എങ്കിലും ഞാൻ പറയുവാണ്, ദൈവം ഒരു സൃഷ്ടാവാണ്, ഇത്രയധികം ക്രിയേഷൻസ് നടത്തിയിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ദൈവത്തിന് എന്നെ കണ്ടില്ല എന്ന് വെച്ചാൽ അതിന് എനിക്കൊന്നും പറയാൻ കഴിയില്ല. പക്ഷെ കർത്താവ് എന്നെ ഉപേക്ഷിച്ചില്ല, കർത്താവ് എന്നെ കണ്ടു, എന്നെ സഹായിച്ചു. എൻ്റെ ജീവിതത്തിന്റെ ചെറുതും വലുതുമായ പ്രശ്നം, ഏറ്റവും മൈന്യൂട്ടായ പ്രോബ്ലങ്ങളിൽ പോലും ദൈവം എങ്ങനെ അതിനെ നേരിടണമെന്ന് എന്നെ പഠിപ്പിച്ചു. എൻ്റെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിനെ എനിക്ക് സഹായകനായി തന്നു. യേശു ക്രിസ്തു എന്ന രാജാവിന്റെ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ഒരു മാമോദിസ സ്വീകരിച്ച ഒരു കൂട്ടായ്മയിലേക്ക് വരാൻ എന്നെ അനുവദിച്ചു. എനിക്ക് കുമ്പസാരക്കൂടെ എന്ന വലിയൊരു അനുഗ്രഹം തന്നു. എന്നെ തിരുത്താൻ മേലധികാരികളെ തന്നു, അല്ലെങ്കിൽ എന്നെ വഴി നടത്തുന്ന ആളുകളെ തന്നു, എനിക്ക് മുൻപിൽ ഒരുപാട് വിശുദ്ധരെ തന്നു. അപ്പോൾ ഇതെല്ലാം എന്നെ സഹായിക്കാൻ വേണ്ടി ഞാനെന്ന വ്യക്തി നിങ്ങളുമായിട്ടൊന്നും നമുക്ക് ഞാൻ എന്ന എൻ്റെ വ്യക്തി ജീവിതത്തിലെ എൻ്റെ വ്യക്തിപരമായ വെറും സ്വകാര്യമായ സഹനങ്ങളിൽ പോലും, സ്ട്രഗിളുകളിൽ പോലും അതിനെയൊക്കെ കണ്ട് അതിനൊക്കെ എങ്ങനെ സഹായിക്കണമെന്ന്, എങ്ങനെയൊക്കെ എന്നെ സഹായിക്കാൻ കഴിയും അങ്ങനെയൊക്കെ ദൈവത്തിന്റെ ഇടപെടലുകൾ എന്നിലേക്ക് വന്ന് ഒരുപാട് പലതരത്തിൽ ദൈവം സാമ്പത്തികമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള ആളുകളാണെങ്കിലും ജോലിയിട്ടാണെങ്കിലും ദൈവനാമത്തിൽ ദൈവം ഒരിക്കൽ ദൈവത്തിന്റെ കരം പിടിച്ച ദൈവം നമ്മൾ ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല. അപ്പൊ നമ്മൾ ദൈവത്തോട് ഒരു ആഭിമുഖ്യം കാണിക്കുമ്പോഴേക്കും ദൈവം അതേ വിശ്വസ്തത നമ്മളോട് കാണിക്കും. നമ്മൾ വെറും മനുഷ്യരല്ലേ, വെറും സാധാരണക്കാരല്ലേ, നമുക്ക് എത്രയോ നമ്മളെ തന്നെ നമ്മുടെ മുമ്പിൽ കുറവുള്ളവരാണ്. അങ്ങനെ ഒരാളോട് ദൈവം കരുണ കാണിക്കുന്നു, ദൈവം നമ്മളെ തിരുത്തുന്നു, നമ്മളെ സഹായിക്കുന്നു എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്കൊരു വലിയ കാര്യമായിട്ട് തോന്നുന്നില്ല? എനിക്ക് തോന്നുന്നുണ്ട്. നിനക്കെന്നെ കാണാതിരിക്കാമായിരുന്നില്ലേ കർത്താവ്? നീ കണ്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ ഭാവി എന്താകുമായിരുന്നു? എൻ്റെ മാനസിക സംഘർഷങ്ങൾ കൂടിയേനെ. എൻ്റെ ജീവിതം എന്താകുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എനിക്ക് പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഞാൻ എന്നും ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത ഒരാളായി ജീവിക്കുമായിരുന്നു. ഒരു നിരാശപ്പെട്ട, ഒരു പ്രത്യാശയില്ലാത്ത, പ്രതീക്ഷയില്ലാത്ത, ഒന്നിനും ഉപകരിക്കാത്ത ഒരാളായി മാറുമായിരുന്നു. പക്ഷെ കർത്താവിനെ ഉപേക്ഷിച്ചില്ല, കർത്താവിനെ കണ്ടു. അപ്പൊ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ നേരിടുന്നുണ്ടാവും. ആ സമയത്ത് നിങ്ങളത് കർത്താവ് കാണുന്നുണ്ട് എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല, അതൊരു വലിയ കാര്യമാണ്. ഇപ്പൊ എനിക്ക് 2 മക്കളുണ്ട്. 2 മക്കളുടെയും കാര്യം ചില സമയത്ത് ഒരുപോലെ എത്തിക്കാൻ പറ്റുന്നില്ല, എല്ലാം ചെയ്യാൻ പറ്റുന്നില്ല. ചിലപ്പം ഒരാളെ ചില കാര്യങ്ങളിൽ വിട്ടുപോകുന്നു, അത് മറ്റാൾ അങ്ങനെ പാടില്ല. മാക്സിമം ഞാൻ ശ്രമിച്ചാലും ചിലപ്പോൾ എനിക്ക് പോരായ്മകൾ ഉണ്ടാകുന്നു. അപ്പം അത്ര പോലും ചെയ്യാൻ അപര്യാപ്തരായ നമുക്ക് സാധിക്കാത്ത ഇത്ര കൂടി ജനമുണ്ടായിട്ടും നാളെ നമ്മുടെ ജീവിതത്തിൽ ഒരു ഹോസ്പിറ്റൽ കേസ് വരുമോ, അല്ലെങ്കിൽ ഇന്ന് പരീക്ഷയ്ക്ക് പഠിച്ചത് ഓർമ്മ തരാൻ വേണ്ടി, EMI അടയ്ക്കാൻ വേണ്ടി, ക്രെഡിറ്റ് കാർഡ് മേടിക്കാൻ വേണ്ടി, ഇങ്ങനത്തെ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടിയും ദൈവം നമ്മുടെ മൈന്യൂട്ടായ കാര്യങ്ങളെയും കാണുന്നില്ലേ, കേൾക്കുന്നില്ലേ? നമ്മൾ വിളിക്കുമ്പോഴേക്കും ചില പ്രാർത്ഥനകളൊക്കെ ദൈവം കേൾക്കുന്നില്ലേ? നമുക്ക് ഒരു കളിമൺ പാത്രമാണെങ്കിലും ഒരു കുശവൻ എന്തുമാത്രമാണ് നമ്മളോട് വിശ്വസ്തത പുലർത്തുന്നത്. ദൈവത്തിന് ഇതൊക്കെ പുലർത്താതിരുന്നുകൂടെ എന്ന് വേണേൽ നമുക്ക് ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ ദൈവം അങ്ങനത്തെ ഒരാളല്ലല്ലോ. ഇത്രയധികം നമ്മുടെ സ്വകാര്യതകളിലേക്ക് പോലും ഇറങ്ങി വരുന്ന ഒരു കർത്താവ് നമ്മളെ കാണുന്നുണ്ട്. അപ്പൊ ആ കർത്താവിന് നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. അപ്പൊ ഇന്നത്തെ ദിവസം മുഴുവനും നന്ദിയുടെ ഒരു ദിവസമായിട്ട് മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് അങ്ങനെ തോന്നുന്നത്. എനിക്ക് പറയാനൊന്നും അങ്ങനെ പറ്റുന്നില്ല. കാരണം നിങ്ങൾക്ക് അറിയില്ല, അത് ഞാനാണ് അത് അനുഭവിച്ചത്. അപ്പം അത് പറഞ്ഞാലൊന്നും ഫലിപ്പിക്കാൻ പറ്റൂല. മുമ്പിൽ ഒരു പ്രതീക്ഷ പോലും തോന്നാതെ വെക്കുന്ന കാലൊക്കെ ഇങ്ങനെ കുഴിയിലേക്ക് തന്നെ പോകുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും സമൂഹം ഉപേക്ഷിച്ചപ്പോഴും നമ്മളുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് നമ്മളെ മനസ്സിലാകാതിരുന്നപ്പോഴും
അങ്ങനെയൊന്നുമല്ല കുഞ്ഞേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്, നീ എനിക്ക് വിലയുള്ളവളാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വിളിക്കുകയും അറിവില്ലായ്മകളിൽ എനിക്ക് അറിവ് തരികയും എൻ്റെ മണ്ടത്തരങ്ങൾക്ക് പോലും എന്നോട് വിശ്വസ്തത പുലർത്തുകയും എൻ്റെ ഈ യാത്രയിൽ ഇന്നോളം എൻ്റെ കൂടെ ഉണ്ടാവുകയും എനിക്ക് അബദ്ധങ്ങളും ഇതൊക്കെ സ്പിരിച്വാലിറ്റിയിൽ പോലും പറ്റിയിട്ടുണ്ടെങ്കിലും എന്നെ ഉപേക്ഷിക്കാതിരിക്കുകയും എനിക്കിങ്ങനെ സംസാരിക്കാൻ ഏറ്റവും സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളായിരുന്നിട്ടും നിങ്ങളുടെ മുമ്പിൽ ഇന്ന് ഇത്രയധികം വീഡിയോസ് ചെയ്യാൻ പറ്റുന്ന ഒരാളാക്കി എന്നെ മാറ്റുകയും ഏതെങ്കിലും ഒരു സ്പിരിച്വൽ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചാൽ ജീവിതത്തിൽ ഒന്നിനെ കുറിച്ച് അറിവില്ലാത്ത, ഒരു കറി വെക്കേണ്ടത് എങ്ങനെയാണെന്ന് പോലും അറിവില്ലാത്ത എന്നെ ദൈവം എന്ന വലിയ വിഷയത്തെക്കുറിച്ച് പഠിപ്പിക്കുകയും മനസ്സിലാക്കി തരികയൊക്കെ ചെയ്ത ഞാൻ എന്നെ കുറിച്ച് പറയുമല്ല, പക്ഷെ ഏറ്റവും നിസ്സാരനായ, ഒന്നിനും കൊള്ളില്ല എന്ന് പറയുന്ന, ഒന്നിനും കൊള്ളില്ല, ഒന്നിനും നമ്മുടെ അറിവില്ലായ്മകളെ പോലും നമ്മളെ വഴക്ക് പറയാം, ആളുകൾ വഴക്ക് പറഞ്ഞ് നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് തകർത്ത് നമ്മളെ ഒന്നിനും കൊള്ളാത്ത ഒരാളായിട്ട് ഇങ്ങനെ ചിത്രീകരിക്കുമ്പോഴും കർത്താവ് പറയാണ് യു ആർ പ്രഷ്യസ്. എങ്ങനെ ഇതിപ്പോ എങ്ങനെ പ്രഷ്യസ് ആവുന്നു? പക്ഷെ നീ എന്നിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അപ്പൊ പിന്നെ യുദ്ധമാണ്, നമ്മളോട് തന്നെയുള്ള യുദ്ധമാണ്. നമ്മുടെ വീട്ടു സാഹചര്യങ്ങളിൽ നിന്ന് പഠിച്ചത്, കുടുംബ സാഹചര്യം നിന്ന് പഠിച്ചത്, നമ്മുടെ സാമൂഹ്യ സാഹചര്യം നിന്ന് പഠിച്ചത്, ഇതിലെല്ലാം തെറ്റുകളും ശരികളും മാറ്റി 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 ഒരു മെച്ചപ്പെട്ട ആളാവാനുള്ള ഒരു വലിയ ഒരു ജേണിയാണ് സ്പിരിച്വാലിറ്റിയിൽ എൻ്റെ ജീവിതത്തിൽ നടന്നത് കേട്ടോ. അപ്പൊ ഞാൻ ഇതൊക്കെ പറയുന്ന ദൈവം എന്നെ കണ്ടില്ലായിരുന്നെങ്കിലോ. ഇപ്പൊ എനിക്ക് ഒരുപാട് മാനസികാരോഗ്യ മെന്റലി ഞാൻ സ്ട്രഗിൾ ചെയ്തിരുന്ന ഒരു ടീനേജിലൊക്കെ ഭയങ്കര ഒരു സ്ട്രഗിൾ ഉണ്ടായിരുന്നു. അപ്പൊ അതിനൊക്കെ എനിക്കിപ്പം എല്ലാം തീർന്നെന്നല്ല, പക്ഷെ യേശുക്രിസ്തു എന്ന അനുഭവം എന്നെ എന്തുമാത്രമാണ് എൻ്റെ മാനസികമായിട്ടുള്ള സ്ട്രഗിളുകളിൽ സഹായിച്ചിട്ടുള്ളത്, എൻ്റെ ജീവിതത്തിൽ നേരിടാൻ സഹായിച്ചിട്ടുള്ളത്. അവരിവരും പറയുന്നതല്ല കുഞ്ഞ് ഞാൻ എടുക്കുന്നത്, നിന്റെ മനസ്സെന്താണെന്ന് എനിക്കറിയാം, നിന്നെ എനിക്കറിയാം എന്നുള്ള കർത്താവിൻ്റെ ആ ചിന്ത തന്നെ നമ്മളെ എന്തുമാത്രമാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം ഇന്നൊരു ഇമോഷണൽ ഡേ ആണ്. ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങളൊക്കെ നന്ദി പറയുന്നു. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. ഇതെങ്ങനെ എവിടം വരെ എത്തിയെന്ന് എനിക്കറിയില്ല, പക്ഷെ എന്നാലും എല്ലാവർക്കും നന്ദി പറയുന്നു. കമൻറ്റ് ചെയ്തെന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. ചില സമയങ്ങളിലുണ്ടല്ലോ ലോകത്ത് നിന്ന് നിങ്ങൾക്ക് തിക്താനുഭവങ്ങൾ ഉണ്ടാകും. ലോകത്തിന് മുമ്പിൽ ഐ എം സ്റ്റിൽ എ ഫെയിലിയർ പേഴ്സൺ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോഴും കമൻറ്റ് ബോക്സുകളിൽ ഗോഡ് ബ്ലസ് യു എന്നൊക്കെ ഇങ്ങനെ കേൾക്കുമ്പം എനിക്ക് ഓക്കെ ഗോഡ് കുഴപ്പമില്ല, ലൈഫ് ബാലൻസ് ചെയ്ത് പോകുന്നുണ്ട്. കുറേ നെഗറ്റീവായി കേൾക്കുന്നുണ്ടെങ്കിലും കുറേ പോസിറ്റീവായിട്ട് കേൾക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങളുടെ ഓരോ എല്ലാ കാര്യങ്ങളും എന്നെ ഭയങ്കരധികം സഹായിച്ചിട്ടുണ്ട്. എല്ലാത്തിനും ഞാൻ നന്ദി പറയുകയാണ് കേട്ടോ. അപ്പം എന്നെ കമൻറ്റ് ബോക്സിൽ തിരുത്തുന്നവരും ഉണ്ടായിട്ടുണ്ട്. എനിക്ക് അവർക്കും ഞാൻ നന്ദി പറയുവാണ്. അവരിപ്പോൾ ഞാൻ കാണുന്നില്ല. നെഗറ്റീവ് കമൻറ്റ് എഴുതുന്നവരാണെങ്കിലും എന്നെ അത് വളരാൻ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. ഇതേവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി പറയുന്നു. നിർത്തിപ്പോവല്ല, പക്ഷെ ഇന്നൊരു നന്ദിയുടെ ദിവസമാണ്. നിങ്ങൾക്കും ഒരുപാട് പേരോട് നന്ദി പറയാൻ പറ്റട്ടെ. താങ്ക് യു എന്നൊരു വാക്ക് എല്ലാവരോടും പറയുവാണ്, ദൈവത്തോടും പറയുവാണ്. ഇങ്ങനെയൊക്കെ ഇത്രയൊക്കെ എങ്കിലും എത്താൻ പറ്റിയതിൽ ദൈവത്തെ നന്ദി പറയാണ്, നിങ്ങൾക്ക് നന്ദി പറയാണ്. ഇന്നൊരു നന്ദിയുടെ ദിവസമാവട്ടെ. ഈശോയെ സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിങ്ങൾ തന്ന എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുക. അത് വലിയൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരും. താങ്ക് യു. ബൈ.